പയ്യന്നൂരിൽ യുവതിയെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മാതമംഗലം കോയിപ്രയിലെ ഭർത്തൃമതിയായ യുവതി അനിലയെയാണ് പയ്യന്നൂരെ ഒരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ സുഹൃത്ത് സുദർശന പ്രസാദ് എന്ന ബിജുവിനെ പെരിങ്ങോം വെള്ളരിയാനത്ത് തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. പയ്യന്നൂരിൽ നിന്നും നിശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിശാന്ത്, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് പയ്യന്നൂർ അന്നൂർ കൊരവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊരവയലിലെ ബെറ്റി എന്ന് പറയുന്ന ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. അദ്ദേഹവും കുടുംബവും വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് വീട്ടിൽ വന്നിട്ട് വീട്ടിലെ പട്ടിക്കൊക്കെ വെള്ളം കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മാതമംഗലം സ്വദേശിയായ സുദർശന പ്രസാദ് എന്ന് പറയുന്ന സുദർശന പ്രസാദ്, അദ്ദേഹത്തിന് മറ്റൊരു പേര് ഷിജു എന്ന് പറയുന്ന സുദർശന പ്രസാദിനെ ഈ വീട് നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. വീട്ടിലെ പട്ടിയൊക്കെ നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പോ അവരെ വിനോദയാത്രയ്ക്ക് പോയതിനു ശേഷം അവർ പലപ്പോഴായിട്ട് ഈ ഷിജുവിനെ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് അടുത്ത ബന്ധുക്കളോട് ഒന്ന് വീട് വരെ ഒന്ന് പോയി നോക്കാൻ പറയുന്നു. അപ്പോഴാണ് വീട്ടിലേക്ക് ഈ ബെറ്റിയുടെ, അതായത് വീട്ടുടമസ്ഥന്റെ ബന്ധുക്കള് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് പിൻഭാഗത്തെ ജനലിലൂടെ നോക്കുമ്പോഴാണ് വീടിനകത്ത് ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് നടത്തുന്ന അന്വേഷണത്തിലാണ് ഇത് മാതമംഗലം സ്വദേശിനിയായ മാതമംഗലത്തെ ബിജുവിന്റെ ഭാര്യയായ അനിലയാണ്. മാതമംഗലം പോയിപ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബിജുവിന്റെ ഭാര്യയായ അനിലയാണ് ഈ വീട്ടില് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ അനിലയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് പെരിങ്ങോം പോലീസിൽ കഴിഞ്ഞ ദിവസം ബിജു പരാതി നൽകിയിരുന്നു. ഏതാനും ദിവസങ്ങളായി അനിലയെ അവരുടെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വീട് ഏൽപ്പിച്ച സുദർശന പ്രസാദ് എന്ന് പറയുന്ന ഷിജുവിനെ വെള്ളരിയാനത്ത് കാട് നിറഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിലും കാണുന്നത്. ഇതിൽ കൊലപാതകം അടക്കമുള്ള സാധ്യതകൾ പോലീസ് തള്ളിക്കഴിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഫോറൻസിക് സംഘമടക്കം പ്രദേശത്ത് എത്തുകയുള്ളൂ.